ദേശീയ സേവാ ഭാരതി കേരളം നടപ്പിലാക്കുന്ന ഭാസ്കര ജ്യോതി മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ വാഹനത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി അടിമാലിയിൽ നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ മെഡിക്കൽ വാഹനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ആദിവാസിയിടങ്ങളിലും തോട്ടം മേഖലകളിലുമടക്കം കൂടുതൽ കാര്യക്ഷമമായി ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ സേവാഭാരതി കേരള ഭാസ്കര ജ്യോതി മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായുള്ള മെഡിക്കൽ വാഹനത്തിന്റെ ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു. അടിമാലി NSS ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ മെഡിക്കൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ നമ്മുടെ ഈ സേവാഭാരതിയുടെ സേവനം എല്ലാ മേഖലകളിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർദ്ധരായിട്ടുള്ള മേഖലയാണ് അല്ലെങ്കിൽ അടിമാലി അല്ലെങ്കിൽ ഇടുക്കി ജില്ല. ഈ മേഖലയിൽ ഇത്രത്തോളം സേവനങ്ങൾ, അതായത് ഞങ്ങളെ ത്രിതല പഞ്ചായത്തിന്റെ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ മെമ്പർമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിഗത ആനുകൂല്യം കൊടുക്കാൻ ലഭിക്കാൻ കഴിയില്ല എങ്കിൽ പോലും അവിടെ സാമൂഹ്യമായ സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ നടത്തിക്കാൻ കഴിയും. പക്ഷേ വ്യക്തിപരമായ ആനുകൂല്യം കൊടുക്കുന്ന ഈ പോലെ ട്രസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ജനപ്രതിനിധി നിലയിൽ എനിക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ വിളിക്കുമ്പോഴെല്ലാം വരുന്നത്. ദേശീയ സേവാഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ പി രാജീവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ക്ഷേത്രീയ സേവാ പ്രമുഖ് PM രവികുമാർ സേവാ സന്ദേശം നടത്തി. സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി. ദേശീയ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ PJ, KA സുരേന്ദ്രൻ, KK രാജൻ, സുനിൽകുമാർ AK, രാജൻ കൈരളി, രാജു മണി എന്നിവർ സംസാരിച്ചു. ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ആദിവാസിയിടങ്ങൾ, തോട്ടമേഖല എന്നിവിടങ്ങളിൽ സേവനം ലഭ്യമാക്കുക, ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഡിക്കൽ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മൊബൈൽ മെഡിക്കൽ വാഹന യൂണിറ്റിൽ മുഴുവൻ സമയവും ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം ലഭ്യമാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഷാവറയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട മുസ്തഫ ഫൈസി വീണ്ടും സമസ്ത വേദിയിൽ. സംസ്ഥാന പോഷക ഘടകമായ സുന്നി മഹൽ ഫെഡറേഷൻ തിരൂരിൽ സംഘടിപ്പിച്ച നവോത്ഥാന സമ്മേളനത്തിലാണ് ഫൈസി പങ്കെടുത്തത്.